മലയാള സിനിമയിലൊക്കെ നമ്മൾ പണ്ട് കണ്ടിട്ടുള്ള ഹാസ്യ രാഷ്ട്രീയ രംഗത്തോട് കടപിടിക്കുന്ന രീതിയിലാണ് ഇദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അന്ന് അങ്ങനെയുള്ള രംഗങ്ങൾ കണ്ട് ഒരുപാട് ചിരിച്ചതുകൊണ്ടാവാം ഇപ്പോൾ ചിരിയൊന്നും വരുന്നില്ല. ആദ്യമേ പറയട്ടെ, ഞാൻ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഒരു വീഡിയോ കണ്ട സമയത്ത് എൻ്റെ മനസ്സിൽ വന്നുള്ള തോട്ട്സും അതുപോലെ തന്നെ എൻ്റെ ഒപ്പീനിയനും മാത്രമാണ്. ഞാൻ ഒരിക്കലും ഒരു പാർട്ടിയെ ഇകഴ്ത്തിക്കൊണ്ട് മറ്റൊരു പാർട്ടിയെ പുകഴ്ത്തി സംസാരിക്കുകയല്ല. എന്നെ ഫോളോ ചെയ്യുന്ന ആളുകൾക്കറിയാം, ഞാനൊരു കോൺഗ്രസ് ആശയത്തെ പിന്തുണയ്ക്കുന്ന വ്യക്തി തന്നെയാണ്. ഷാഫി പറമ്പിലിൻ്റെയും പിഷാരടിയുടെയും അങ്ങനെ ഒരുപാട് ചെറുതും വലുതുമായുള്ള നേതാക്കളുടെ പ്രചാരണ പരിപാടികൾ കാണുമ്പോൾ നമുക്ക് ഗൂസ് ബംസ് അതുപോലെ നല്ല തോട്ട്സ് ഒക്കെയാണ് വരിക. പക്ഷേ ഈ ഒരു വീഡിയോ കണ്ട സമയത്ത് എനിക്ക് ശരിക്കും ലജ്ജയാണ് തോന്നിയത്. ഈ വീഡിയോ കാണുന്ന പോലുള്ള രാഷ്ട്രീയ പ്രഹസന പ്രചാരങ്ങളൊന്നും ഇന്ന് സിനിമയിൽ പോലും ഇല്ല. എന്തിന്, ഓവർ ആക്ടിങ് ചെയ്യുന്ന നോർത്ത് ഇന്ത്യൻസ് പോലും ഇപ്പൊ ഇങ്ങനെ ചെയ്യാറില്ല. കേരളം ഇപ്പോൾ എത്തി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്. ഈ അവസ്ഥ പ്രോപ്പറായിട്ട് ജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാത്രം മതി നമുക്ക് ഭരണം തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട്. അതല്ലാതെ പോരാളി മറ്റു പല പേരിട്ടിട്ട് ആളെ പുകയത്തലും അതുപോലുള്ള മുദ്രാവാക്യം വിളിയൊക്കെ ഔട്ട് ഓഫ് ഫാഷനാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് സിനിമയിൽ പോലും ഇല്ല. ഇതുപോലുള്ള കാര്യങ്ങളൂടെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് UDFനെ, കോൺഗ്രസിനെ, ഒരുപാട് ആദർശങ്ങൾ പറയാൻ പറ്റുന്ന ഒരു പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുവരിക, അതിന്റെ സാരഥികളെ വിജയിപ്പിക്കുക എന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇതിലൂടെ അതൊന്നുമല്ല സംഭവിക്കാണ്ട് പോകുന്നത്. കാരണം ജനങ്ങളെല്ലാം മാറിക്കഴിഞ്ഞു, പുതിയ തലമുറയാണ് ഇപ്പോൾ വോട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അതിനിപ്പോൾ നിങ്ങളിപ്പോൾ ഈ കാണിച്ചു കൂട്ടിയ പ്രഹസനങ്ങളെ രാഷ്ട്രീയപരമായി വിലയിരുത്തൊന്നും വേണ്ട. ഈ ഒരു വീഡിയോക്ക് താഴെ സോഷ്യൽ മീഡിയാസിൽ ഇതുപോലുള്ള വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ അതിന് താഴെ വരുന്ന കമൻസ്, അത് ചിലപ്പോൾ എതിർ പാർട്ടിക്കാരുടെ കമൻസ് ഉണ്ടാവും, എങ്കിലും നിങ്ങൾ ആ കമൻസ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. അതിൽ കൃത്യമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതല്ല ഇപ്പോൾ കേരളത്തിന് വേണ്ടതെന്നുള്ള കാര്യം. ഞാൻ പറഞ്ഞല്ലോ, കേരളം ഇപ്പോൾ എത്തി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്. 10 വർഷക്കാലം ഭരിച്ച് മുടിച്ചു വെച്ച ഒരു അവസ്ഥയുണ്ട്. ഈ കാര്യം പ്രോപ്പറായിട്ട് തുറന്ന് ജനങ്ങൾക്ക് മുമ്പിൽ കാണിക്കുക മാത്രം ചെയ്താൽ മതി UDFനെ പോലൊരു മികച്ച ഒരുപാട് ആദർശം പറയാനുള്ള ഒരു പാർട്ടിക്ക് വിജയിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനുവേണ്ടി ശ്രമിക്കുക. ഒരിക്കലും ഇതുപോലുള്ള നാടക പ്രഹസനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിട്ട് സ്വയം നാറാതിരിക്കുക. താങ്ക് യു.